ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് വെച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും അതുപോലെ ശ്രുതിയും രേവതിയും കൂടെ ചിരിച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് അത് ചന്ദ്ര കാണുന്നത്. ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല കേട്ടോ. ചന്ദ്ര ഇത് കണ്ട ഉടനെ തന്നെ 3 പേരെയും ഒന്നിച്ചു വിട്ടാൽ ശരിയാവില്ല. 3 പേരെയും ഒന്നിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിലൊരു നിലയും വിലയും കാണത്തില്ല. ഇവര് 3 പേരും ഒരിക്കലും ഒന്നിക്കരുത്. ഓഹോ, ഇരുന്ന് ചിരിക്കുന്നത് കണ്ടില്ല. രേവതി പോലും ഇതുവരെ ഇതുപോലെ വന്ന് ഇരുന്നിട്ടില്ല. ആഹാ, കൊള്ളാലോ, ഇതങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്? നമ്മുടെ വർഷയുടെ രേവതിയുടെയും ശ്രുതിയുടെ അടുത്തേക്ക്. ഏതായാലും നമ്മുടെ ചന്ദ്രനെ കണ്ടതും രേവതിക്ക് ഒരു ചെറിയ പേടി വന്നു കേട്ടോ. കാരണം രേവതി അങ്ങനെ വന്ന് ഇരുന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ അടുക്കളയിലല്ലാതെ നമ്മുടെ രേവതി ഒരു ഹോളിലോ ഒരു റൂമിലോ ഒന്നും പോയി ഇരുന്നിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ഇത് കണ്ടോണ്ട് വന്ന ചന്ദ്ര എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ രേവതി അങ്ങ് എണീറ്റു. രേവതി എണീറ്റതും പെട്ടെന്ന് ചോദിക്കുകയാണ്, വർഷ ഇതെന്താ രേവതി ചേച്ചി എണീറ്റത്? രേവതി ചേച്ചി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്ര ഇങ്ങ് വന്നിട്ട്, അതെ, എനിക്ക് ഒരു ചായ വേണം, എനിക്ക് പോയി ഒരു ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞു രേവതിയോട്. അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, അയ്യോ എന്താ അമ്മ ഇത്, ഞാൻ രേവതി ചേച്ചിയും ശ്രുതി ചേച്ചിയും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ? ഞങ്ങളൊരു വലിയ കോമഡി പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്തേ, രേവതി ചേച്ചി ഇവിടെ ഇരിക്കുക, പോന്ന്, അമ്മ പോയി, അമ്മയ്ക്ക് അറിയത്തില്ല ചായ എടുക്കാൻ, അമ്മ പോയി അങ്ങ് ചായ എടുക്കുക, അമ്മ പോയി ഒന്ന് ചായ എടുത്ത് കുടിച്ചെന്ന് ഓർത്തിപ്പോ എന്താ, അമ്മ പൊക്കോ, അമ്മ പോയി ചായ എടുക്കാൻ പറഞ്ഞു. സിമ്പിൾ ആയിട്ടാട്ടോ പറഞ്ഞ നമ്മുടെ വർഷ. ഏതായാലും വർഷ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ചായ എടുക്കാൻ പോകാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. പിന്നെ രേവതിനെ അവിടുന്ന് നിർബന്ധിച്ച് വിളിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം വർഷ എന്ത് വിചാരിക്കും, വർഷയ്ക്ക് എന്ത് തോന്നും? മനഃപൂർവ്വം നമ്മുടെ ചന്ദ്ര ചെയ്യുന്നതാന്ന് ഓർക്കില്ലേ? അതുകൊണ്ട് ചന്ദ്ര പുറപുറത്തോണ്ട് നേരെ കിച്ചണിലേക്ക് പോയി. എന്താ അവൾ ഇങ്ങനെ? ഓഹോ, അവള് ഇവിടെ ഭരിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ. രേവതി വരെ ഇന്ന് വരെ എന്റെ മുമ്പില് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ചിരിച്ചു കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. രേവതിനെ പോലും എന്നിൽ നിന്ന് തിരിച്ചു മാറ്റിയിട്ട് അവൾ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ വെച്ചിട്ടുണ്ട് അവക്കിട്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു നിലയും വിലയും ഉണ്ടാവത്തില്ല. ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല, ഒരിക്കലും ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. 3 കൂടി ഇരുന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? ചിരിപ്പിക്കാൻ ഞാന് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ചായയൊക്കെ തന്നെ എടുത്ത് കുടിക്കാണ് കേട്ടോ. ഇതുവരെ നമ്മുടെ രേവതി വന്നതിൽ പിന്നെ കേറി ചായ തന്നെ ഒന്നും എടുത്ത് കുടിച്ചിട്ടില്ല. രേവതി കയ്യിൽ പിടിപ്പിക്കണം ചായ കുടിച്ചിറക്കണമെങ്കിൽ. അങ്ങനത്തെ നമ്മുടെ ചന്ദ്രയാണ് വർഷ വന്നപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചായ കുടിക്കേണ്ടി വന്നത് തന്നെ എടുത്ത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മുടെ ചന്ദ്ര രേവതിനെ വർഷേനെ തമ്മിൽ തെറ്റിപ്പിക്കാൻ നോക്കും, അത് ഉറപ്പാണ്. കാരണം രേവതിയും വർഷയും ഒരുമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രുതിയും ഒരുമിച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു നിലപാടുണ്ടാകും. ആ ഒരു നിലപാടുണ്ടാകുന്നത് ഒരിക്കലും നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കില്ല. ഏതായാലും വർഷ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്തൊക്കെയോ കാര്യങ്ങളും കോമഡികളും ഒക്കെയാണ് പറയുന്നത്. വീണ്ടും ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വർഷയുടെ അമ്മ നേരെ വണ്ടിയിൽ വരുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര ഫ്രണ്ടിലേക്ക് ചെന്നിട്ട്, ഇത് ആരോ വന്നേക്കുന്നത്? ദേ വർഷേ നിന്റെ അമ്മ വന്നേക്കുന്നു. അയ്യോ അല്ല, നിന്റെ മമ്മി വന്നേക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാ. അപ്പോഴത്തേക്കും തന്നെ ചന്ദ്ര പറഞ്ഞു, ബാ കേറി വാ അകത്തേക്ക് ഇരിക്കാൻ, കേറി വാ എന്നൊക്കെ പറഞ്ഞു വലിയ സ്വീകരണത്തിൽ ഇങ്ങനെ വിളിക്കാണ് കേട്ടോ. അപ്പൊ കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ കേറി വന്നു. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രേവതി നീ പോയി ചായ എടുത്തേ, വന്നേക്കുന്നത് കണ്ടില്ലേ, നീ പോയി പെട്ടെന്ന് ചായ എടുക്കാൻ പറഞ്ഞു. രേവതി ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും ഇറങ്ങി വന്നു കേട്ടോ. രവിയേട്ടാ, ഇത് ആരാ വന്നേക്കുന്നതെന്ന് നോക്കിയെന്ന് പറഞ്ഞു. ശ്രുതിയും ശ്രീകാന്തും നമ്മുടെ സുധിയും രവീന്ദ്രനും ഉണ്ട് അവിടെ. അപ്പം അവിടെ വന്ന് ഇരിക്കുകയാണ് നമ്മുടെ വർഷയുടെ അമ്മ. അപ്പൊ വർഷയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നുമല്ല, മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അമ്മ എന്തിനാ എന്നെ കാണാൻ വരുമ്പോ ഈ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നത്? എന്താ അമ്മ ഇത്? അതിനൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നെ കാണാൻ വേണ്ടി ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ഇത് വല്ലതും കഴിക്കുവോ? ഇതെന്താ അമ്മയ്ക്ക് അറിയില്ലേ ഞാൻ ഇങ്ങനെ കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്റെ അപ്പം മേടിച്ചോണ്ട് വന്നതായിരിക്കും.
നിന്നോടുള്ള സ്നേഹമല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ഇനിയും ആചാരങ്ങളോ, ഇനിയും ആചാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രി ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, അല്ല എന്തു പറ്റി വർഷയുടെ അച്ഛൻ വരാത്തത്? അല്ല വർഷയുടെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പെട്ടെന്ന് പറഞ്ഞു, അതെങ്ങനെയാ വരാൻ പറ്റുന്നത്? നിങ്ങളെ പോലെ റിട്ടയർഡ് ആയത് വല്ലതും ആണോ? ജോലിയൊക്കെ ഇല്ലേ? അപ്പൊ അതായിരിക്കും വർഷയുടെ അച്ഛൻ വരാത്തത്. അപ്പൊ മഹിമയും പറഞ്ഞു, അതെ അതെ അതെ, അതുകൊണ്ടാ അദ്ദേഹം വരാത്തത്. അദ്ദേഹത്തിന് ജോലി ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം തീരെ സമയമില്ല. പിന്നെ എന്റെ മോളെ കാണാൻ വരാതിരിക്കാന് എനിക്ക് പറ്റില്ലല്ലോ. ആകെ ഞങ്ങൾക്ക് ഒരേ ഒരു മോളല്ലേ ഉള്ളൂ, ഇവള് മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇവളുടെ ഇഷ്ടത്തിന് പോയെന്നും പറഞ്ഞുകൊണ്ട് ഇവളെ എങ്ങനെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്തൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറഞ്ഞു, മോക്ക് എങ്ങനെയുണ്ട്, മോക്ക് ഇവിടെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും സുഖമാണെന്നൊക്കെ പറയും. നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്കും തന്നെ രേവതി കൊണ്ടിരുന്നു മഹിക്കല്ല സോറി മഹിമയ്ക്ക് ചായ കൊടുക്കുന്നു. അങ്ങനെ മഹിമ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്, അമ്മയെ നല്ല ടേസ്റ്റ് ഇല്ലേ അമ്മയെ ചായക്കോ? അല്ലെങ്കിൽ രേവതി ചേച്ചി ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് അമ്മ എന്നൊക്കെ പറയാണ്. അപ്പൊ അങ്ങനെ ചായയൊക്കെ അവിടെ വെച്ചിട്ട്, അതെ മോളെ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബോക്സിനകത്ത് ഒരു വലിയൊരു നെക്ലേസ് എടുത്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടതും അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണു തള്ളി കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ ഉൾപ്പെടെ കണ്ണു തള്ളി. ശ്രുതിയാണെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ശ്രുതിയാണ് ആ വീട്ടിലെ പണക്കാരി, അതുകൊണ്ട് ശ്രുതിയോടാണ് ചന്ദ്രയ്ക്ക് സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നത്. ഇതിപ്പം ശ്രുതി ഒന്നും അല്ലാതെ ആകുന്നത് പോലെ ആദ്യം ഒരു പെട്ടി തുറക്കുന്നു, പിന്നെ ഒരു പെട്ടി തുറക്കുന്നു, അങ്ങനെ ഒരു 19 പവനുണ്ടെന്നും പറഞ്ഞ് അങ്ങ് മഹിമ സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ, ഞങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അവള് സ്വർണത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന കാണാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ഒരുപാട് സ്വർണങ്ങൾ ഇവർക്ക് വേണ്ടി മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പുതിയ സ്വർണ്ണമാണ്, പഴയ സ്വർണ്ണം ഒന്നും എടുത്തിട്ടില്ലെന്ന്. ഇവളങ്ങനെ സ്വർണ്ണം ഒന്നും ഇടാറില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയെ പറഞ്ഞു, എന്തിനാ അമ്മ ഈ സ്വർണ്ണമൊക്കെ? ഞാൻ ഇടുന്നില്ലല്ലോ സ്വർണം, വീട്ടിൽ തന്നെ കുറെ ഇരിപ്പുണ്ട്, അതൊന്നും ഞാൻ ഇടാറില്ല. ഇതിപ്പം പഴയ ഫാഷനല്ലല്ലോ, ഇതിപ്പം പുതിയ ഫാഷനല്ലേ, ഇതിപ്പം പുതിയതായിട്ട് മേടിച്ചതല്ലേ? അതേ മോളെ, ഇത് പുതിയതായിട്ട് മേടിച്ച, പഴയത് അവിടെ ഇരിപ്പുണ്ട്. ഏതായാലും ഇതൊരു 50 പവനോളം ഉണ്ട്. ഈ ആചാരപ്രകാരം ഇങ്ങനെ ഒക്കെ ഉള്ളതാണല്ലോ. ഞങ്ങള് വെറും കൈയോടെ ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് അതൊരിക്കലും ശരിയല്ല. ഇവളുടെ ഇഷ്ടത്തിനാണെങ്കിലും ഇവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഞാനും എന്റെ ഭർത്താവുക, ഞങ്ങൾക്ക് ഒരേ ഒരെണ്ണമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്താ മഹിമ ഇത്? ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ആരുടെ സ്വർണമോ പണമോ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. വേണ്ട വേണ്ട, ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതെന്താ രവിയേട്ട അങ്ങനെ പറയുന്നത്? മഹിമയെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുതേ. ഞാൻ ആരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല ചന്ദ്രൻ, ശരിയാവില്ല. എനിക്ക് ഈ സ്ത്രീധനത്തിനോടോ അങ്ങനെയൊന്നും ഒരു താല്പര്യം ഇല്ലെന്ന് അറിയാലോ. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് പറയുക, ദയവ് ചെയ്ത് ഈ സ്വർണങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മഹിമ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, ഒരിക്കലും ഇത് സ്ത്രീധനമായിട്ട് കാണരുത്. ഞങ്ങളുടെ മകള് നല്ലതുപോലെ ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയതെല്ലാം ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയല്ലേ, നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയല്ലേ, അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയാ. അപ്പൊ ഞങ്ങളുടെ മകൾക്ക് കൊടുക്കാതെ ഇത് വേറെ ആർക്ക് കൊടുക്കാനാണ്? അതുകൊണ്ട് രവീന്ദ്രൻ അങ്ങനെ പറയരുത്. ഏതായാലും ഇത് മേടിക്കണം എന്ന് പറഞ്ഞ് രവീന്ദ്രന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് നീട്ടുകയാണ്. അപ്പൊ രവി പറഞ്ഞു, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ആന്റി ഇതിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി എന്തിനാ വെറുതെ, ഇത് ആന്റി തിരിച്ചു കൊണ്ടുവെക്കാം. പക്ഷെ അങ്ങനെ ഒത്തിരി സ്വർണ്ണം ഒന്നും ഇടാറില്ലല്ലോ, ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവൾ അവിടെ വന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പം വേണ്ട, ഇത് ഇവളുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടതാണ്, ഇത് ഇവളുടെ സ്വർണ്ണമാണ്, അതുകൊണ്ട് ഇത് ഇവളുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ട സ്വർണ്ണമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം എൻ്റെ മകള് നല്ല രീതിയിൽ ജീവിക്കണമെന്നും അതുപോലെ തന്നെ അവൾക്ക് ഒരു കുറവും ഉണ്ടാകരുത് എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഉള്ളത് വേറെ ആർക്കും അല്ല, ഞങ്ങളുടെ മകൾക്ക് തന്നെയാണ്. ഇനി എന്തുണ്ടെങ്കിലും അത് ഞങ്ങളുടെ മകൾക്ക് തന്നെയാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്രയുടെ കണ്ണങ്ങോട്ട് തള്ളി കേട്ടോ. അപ്പൊ എത്ര സ്വത്തുവകകൾ കാണുമായിരിക്കും. ഇതെല്ലാം ഇങ്ങ് ചന്ദ്രോദയത്തേക്ക് പോരൂല്ലോ. ഇനി കോടീശ്വരിയാ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ, എൻ്റെ ഈശ്വര, ഇതിപ്പോ എനിക്ക് 8ന്റെ പണിയാണല്ലോ വരുന്നത്. ഇതിപ്പം എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുമായിരിക്കും. ഇത് കൊള്ളാലോ, ഇതെന്ത് സ്വർണമാ കൊണ്ടുവന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി. രേവതി ഇതിലൊന്നും പെടാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ ആ സ്വർണമൊക്കെ അവിടെ വെച്ചു കേട്ടോ.
സ്വർണ്ണമൊക്കെ അവിടെ വെച്ച് വർഷയുടെ കൈ കൊടുത്തു. വർഷയുടെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ദേ ഇതാട്ടോ ശ്രുതി ഏടത്തി, ഇതാ ഇവിടുത്തെ മൂത്ത ഏടത്തി എന്ന് പറഞ്ഞപ്പം, ആ മോളെ, മോള് എന്നോട് പറഞ്ഞിട്ടുണ്ട് മലേഷ്യയിലല്ലേ കൊച്ചിന്റെ വീട്. ആ അറിയാം. മലേഷ്യയില് അച്ഛന് ബിസിനസ്സാ. ആ അതെ, അച്ഛന് ബിസിനസ്സാ. ഏതായാലും മലേഷ്യയിൽ നിന്നൊക്കെയല്ലേ വിവാഹം കഴിച്ചേക്കുന്നത്, അതും കൊണ്ട് നല്ല രീതിയിലായിരിക്കുമല്ലോ വിവാഹമൊക്കെ കഴിച്ചത്, ഒത്തിരി സ്വർണ്ണമൊക്കെ ഇട്ട് കാണൂലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഒന്ന് അവിടെ പതറിപ്പോയി കേട്ടോ. കാരണം സ്വർണം പോയിട്ട് എന്നാ പറയുക, ആഡംബരമായിട്ടുള്ള കല്യാണം പോലും അല്ല നടത്തിയത്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അയ്യോ അത് പിന്നെ സ്വർണം ഒന്നും ഇട്ടില്ലെന്നേ, അത് വേറൊന്നുമല്ല, ഈ ആഡംബര കല്യാണത്തിനോടൊന്നും ശ്രുതിയുടെ അച്ഛന് ഒരു താല്പര്യമില്ല. പിന്നെ ശ്രുതിയുടെ അച്ഛന് വിവാഹത്തിന് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊന്നും ഞങ്ങളുടെ കല്യാണം വെച്ചില്ല. ശ്രുതി പറഞ്ഞു അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ കല്യാണം മതിയെന്ന്. അതുകൊണ്ട് ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടോ ചെയ്തത്. പിന്നെ ഒരുപാട് പൈസ ഉണ്ട് കേട്ടോ, ഒരുപാട് പണമുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് മലേഷ്യയില്. വലിയ വമ്പൻ ടീമുകളാ. ദേ ഇവളുടെ അച്ഛൻ, ശ്രുതിമോളുടെ അച്ഛൻ. പിന്നെ അവർക്ക് ഈ സ്വർണം മേടിച്ച് പൈസ കളയുന്നതിനോടോ അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല. ദേ മോളൊന്നും സ്വർണം ഇടാറൊന്നുമില്ല. പിന്നെ ബാങ്കില് ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ട് മോക്ക്, അതാ അവരുടെ ഇതെന്ന് പറയുന്നത്. ഒരുപാട് പണമുണ്ട്, മോളുടെ പേരിൽ അവർ ഇട്ട് വെച്ചേക്കുക, അവരങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിലോ, എൻ്റെ ഈശ്വര, ഈ അമ്മ എന്തൊക്കെ നുണയാ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ പറയാത്ത കാര്യങ്ങളാണല്ലോ ഇതിപ്പം പറയുന്നത് എന്നിങ്ങനെ പറയാണ്, മനസ്സിൽ പറയാണ്. അപ്പോഴത്തേക്ക് രേവതിനെ നോക്കിയിട്ട്, ഈ ഇത് നടുക്കത്തെ മോന്റെ ഭാര്യയല്ലേ, അപ്പം നടുക്കത്തെ മോൻ ഒരുപാട് സ്ത്രീധനമൊക്കെ മേടിച്ചായിരിക്കൂലേ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ നടുക്കത്തെ മകന് വിവാഹം കഴിച്ചത് ഒരുപാട് സ്ത്രീധനം മേടിച്ചാണോ എന്ന് ചോദിച്ചാല്, അതൊക്കെ ഒരു കഥയാ. ഒരു സ്ത്രീധനവും മേടിച്ചില്ല, അങ്ങോട്ടേക്ക് കൊണ്ടിട്ടാ കെട്ടിയത്. പിന്നെ ഉണ്ടല്ലോ, എന്തോ എന്റെ ഒരു കഷ്ടകാലത്തിന്, ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഇവളുടെ അച്ഛൻ വന്ന് എന്റെ ഭർത്താവിന്റെ വണ്ടിയുടെ മുമ്പിൽ അങ്ങ് ചാടി ഇപ്പൊ അങ്ങ് മരിച്ചു. അപ്പോഴത്തേക്കും എന്റെ ഭർത്താവിന് ഭയങ്കര സങ്കടം. എന്റെ ഭർത്താവിന് ഒരേ ഒരു നിർബന്ധം, ആ പെണ്ണിനെ എന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. അങ്ങനെയാ ഈ വിവാഹം നടന്നത്. അതൊക്കെ ഒരു കഥയാ മഹിമേ, ഒരു കഥയാ. പിന്നെ അർഹതയില്ലാത്തവർക്ക് കയറി വരാൻ പറ്റിയൊരു സമയമായി പോയി. പിന്നെ ഉണ്ടല്ലോ, രേവതിയുടെ വിവാഹം നടന്നതേ രേവതിയുടെ അച്ഛൻ മരിച്ചത് കൊണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ അവളുടെ വിവാഹം നടക്കത്തില്ലായിരുന്നു. ആര് വന്ന് കെട്ടാന്, അവർക്ക് പൈസയൊന്നും ഇല്ല, അഷ്ടിക്ക് വകയില്ലെന്ന് വേണം പറയാന്. അന്നന്ന് കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാന്ന് തന്നെ അറിയില്ല. പിന്നെ എന്റെ ഭർത്താവിന്റെ നല്ല മനസ്സ്, അതുകൊണ്ട് മാത്രം. ഓഹോ, അപ്പോ ഒരു ധർമ്മ കല്യാണമായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് വല്ലാത്ത സങ്കടമായി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയാണ്, ചന്ദ്രേ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത്? ഇവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പം ഇവളുടെ കല്യാണം നടക്കുമായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. അദ്ദേഹം ജീവൻ കൊടുത്ത് മകളുടെ കല്യാണം നടത്തി. അങ്ങനെ വേണം പറയാന്. ഇവക്ക് വീട്ടുകാരെ സ്വർണം ഒന്നും കൊടുത്തിട്ടില്ല. ഇദ്ദേഹത്തിനുണ്ടായ സഹതാപം കാരണം ഇവള് ഈ വീട്ടിലെത്തി. ഇപ്പൊ ഈ വീട്ടിലെ മരുമകളായിട്ട് ഇവള് ജീവിക്കുന്നു. അതാണ് മഹിമേ സംഭവം, അതാണ് നടന്ന സംഭവം. ഇദ്ദേഹത്തിന്റെ മനസാക്ഷി കാരണം ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടായത് കേട്ടോ. എന്ത് പറയാനാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സഹിച്ചല്ലേ പറ്റൂ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ എന്തിനാ രേവതിയുടെ മരിച്ചുപോയ അച്ഛനെ കുറിച്ച് ഇപ്പൊ ഇവിടെ പറയുന്നത്? നിങ്ങളുടെ സഹതാപം കാരണം ഇവിടെ വന്നവളല്ലേ ഇവള്. ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റിയിരിക്കുന്നത്? എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് തെറ്റൊന്നും തോന്നുന്നൊന്നുമില്ല. ഞാനൊരു സത്യം പറഞ്ഞു. എന്റെ സഹതാപം കാരണോ? അതെ, തോന്നിയത് വിളിച്ച് നീ പറയരുത് കേട്ടോ ചന്ദ്രേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സംസാരിക്കരുതെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഒരു പുച്ഛത്തോടു കൂടി രേവതിനെ ഇങ്ങനെ നോക്കുകയും കൂടെ ചെയ്തു. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് അങ്ങ് നാണക്കേടോ എന്തോ വല്ലാത്തൊരവസ്ഥ. രേവതി കരഞ്ഞ് അകത്തേക്ക് കയറി പോയി കേട്ടോ, അകത്തേക്ക് ഓടിപ്പോയി. അകത്തേക്ക് ഓടിപ്പോയതും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട വേണ്ട ചന്ദ്രേ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ദൈവം കണ്ണി കുത്തുന്ന പരിപാടിയാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സംസാരിക്കരുത് എന്ന്. അപ്പോഴത്തേക്കും നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, ഞാൻ മഹിമയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മഹിമയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഭഗവാന്റെ മുമ്പിൽ വന്ന് കുനിഞ്ഞിരുന്ന് ഭയങ്കരമായിട്ടും അവിടെ വന്ന് ഇരുന്നിട്ടോ കുനിഞ്ഞിരുന്ന് ഭയങ്കര കരച്ചില് കേട്ടോ, ഭഗവാന്റെ ഫോട്ടോയിൽ നോക്കിയിട്ട്. എന്നിട്ട് നമ്മുടെ രേവതി ഓർത്തെടുക്കുകയാണ്, നമ്മുടെ ചന്ദ്ര പറഞ്ഞല്ലോ
രേവതിയുടെ അച്ഛൻ മരിച്ചത് കൊണ്ട് മാത്രമാണ് വിവാഹം കഴിഞ്ഞത് എന്ന്. അപ്പൊ അതൊക്കെയാണ് ഓർക്കുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മുടെ രേവതി വന്നു, അല്ല രേവതി അല്ല ചന്ദ്ര വന്നു. ചന്ദ്ര വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? നിന്നോടാ ഞാൻ ചോദിച്ചത്, എന്തിനാ നീ ഇവിടെ വന്നിരിക്കുന്നത്? കുറെ നേരം ആയല്ലോ നീ ഇങ്ങോട്ടേക്ക് പോന്നിട്ട്. വീട്ടില് ഒരു ജോലി പോലും തീർക്കാതെ നീ ഇവിടെ വന്നിരിക്കുന്നത്. പാത്രം കഴുകിയിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, തുണി അലക്കിയിട്ടില്ല, എന്ത് ജോലി ഇവിടെ കിടക്കുന്നത്? ഇത് കേട്ടത് നമ്മുടെ രേവതി ഇങ്ങ് ചാടി എണീറ്റിട്ട് അതിനിപ്പോ ഞാൻ എന്ത് വേണം? നീ എന്ത് വേണമെന്നോ? അഹങ്കാരം കാണിക്കരുത് കേട്ടോ. പെട്ടെന്ന് പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക. അതിനു വേണ്ടി മാത്രമാണോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇവിടെ വേറെ ആരും ഇല്ലേ ഒന്നും ഉണ്ടാക്കാനും പിറക്കാനും കഴിക്കാനും ഒന്നും? വേറെ 2 മരുമക്കളും കൂടി ഉണ്ടല്ലോ, കഴിക്കണമെങ്കിൽ അവരോട് ഉണ്ടാക്കി തരാൻ പറ. ഓഹോ, നീ എന്തിനാടി ഒച്ച വെച്ച് സംസാരിക്കുന്നത്? എന്താ ഞാൻ ഒച്ച വെച്ച് സംസാരിച്ചാ കുഴപ്പം? അതിനും ഇനി വലിയ വീട്ടിലെ പെണ്ണാവണോ? വലിയ വീട്ടിലെ പെണ്ണല്ലെങ്കിൽ പറയുന്നതെല്ലാം അനുസരിച്ച് മിണ്ടാതെ കൂഞ്ഞിക്കൂടി നിക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങള്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടമ്മേ, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഹോളിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷ വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി ഒച്ചയ്ക്ക് സംസാരിക്കുന്നത്, എന്ത് പറ്റി? അത് പിന്നെ ഒന്നുമില്ല വർഷ, ഇവക്ക് ഭ്രാന്താന്ന് ചന്ദ്ര പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും പറയാണ്, രേവതി നീ പോയി ജോലി ചെയ്യ്. ഞാന് ജോലി ചെയ്യില്ല, ഞാൻ ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ കാശുകാരിയല്ല, ഞാൻ പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെന്ന് കരുതി എന്ത് പറയാന്ന് കരുതിയാണോ അമ്മ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്? എന്നോട് വഴക്ക് പറയുകയും ഇടിച്ച് താഴ്ത്തി സംസാരിക്കുകയും ചെയ്യാതെ നിങ്ങൾക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രേവതി? അതെ, ഞാൻ ഇവരോടാ സംസാരിക്കുന്നത്, അതിന് നീ എന്നല്ല, വേറെ ആരും ഇതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, നീ എന്താടി എല്ലാവരെയും വരട്ടുന്നത്? എന്താ നിനക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ളൊരു പന്തല്ല ഞാന്. അങ്ങനെ ആയിട്ടില്ല ഞാന്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കുന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിവിടെ വെച്ചേരെ. അതിനി എന്റെ അടുത്ത് വേവില്ല. കുടുംബത്തിന്റെ സമാധാനം കളയണ്ടെന്ന് കരുതി മിണ്ടാതിരിക്കുമ്പം നിങ്ങൾ എന്റെ തലേ കയറുക. ഞാനൊരു മനുഷ്യ സ്ത്രീ എന്ന് പോലും മറന്നാ നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ വന്നിട്ട്, എന്താ മോളെ പറ്റിയത്, എന്താ മോളെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം രേവതി പറഞ്ഞു, അച്ഛൻ കേട്ടതല്ലേ അമ്മ നേരത്തെ പറഞ്ഞത്, ദിവസം എന്നെ പറയാതെ അമ്മയ്ക്ക് ഉറക്കം വരില്ല, എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കാതെ അമ്മയ്ക്ക് ഉറക്കം വരില്ല, എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ. എന്തിനാ എന്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അമ്മ അദ്ദേഹത്തിനെ കണ്ടിട്ട് പോലുമില്ല, എന്നിട്ട് എന്റെ അച്ഛനെ അപമാനിക്കുന്നത്? എന്റെ അച്ഛനെ എനിക്ക് ദൈവത്തെ പോലെയാ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ അപമാനിച്ച് സംസാരിച്ചു കഴിഞ്ഞാലേ അതെനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല അച്ഛാ. ഞാൻ പറഞ്ഞല്ലോ, കേട്ടു നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇനി എനിക്ക് അതിനാവില്ല. എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അത് എനിക്ക് അറിയണം. പാവപ്പെട്ട വീട്ടിലെ പിറന്നു പോയെന്നുള്ളത് വലിയൊരു തെറ്റാണോ? നീ എന്താടി എല്ലാവർക്കും മുമ്പിൽ വെച്ച് എന്നെ വിചാരണ ചെയ്യാണോ? ഞാൻ നിങ്ങളെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാറില്ല, ഇതുവരെ വേദനിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു ജോലിയും ഞാൻ ചെയ്യാതിരിക്കുന്നില്ല. എന്നിട്ടും സൂചി എടുത്ത് കുത്തുന്നത് പോലെ ഓരോ നിമിഷവും എന്നെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങള്. അതുകൊണ്ട് ഞാൻ പറയാ. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങ് വന്നിട്ട്, ഇവള് പറയുന്നത് കേട്ടല്ലോ, അടക്കവും ഒതുക്കമുള്ള മരുമകളെന്നല്ലേ നിങ്ങൾ ഇത്രയും നാള് പറഞ്ഞത്? ഇതാണ് അടക്കവും ഒതുക്കവും ഉള്ള മരുമകള്. നിന്ന് തിളയ്ക്കുന്നത് കണ്ടില്ലേ? അല്ല ചന്ദ്രേ, നീ പറഞ്ഞതിന് മറുപടിയായിട്ട് രേവതി ഇത്രയും പറഞ്ഞ പോരെ ചന്ദ്രേ? അല്ല അതിന് മാത്രം ഞാൻ എന്ത് പറഞ്ഞതാ നിങ്ങൾ ഈ പറയുന്നത്? വർഷയുടെ അമ്മ ഇവർക്കൊക്കെ എത്ര സ്വർണം കൊടുത്തു എന്ന് ചോദിച്ചപ്പം ഞാൻ അതിന് മറുപടി പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അത് ഇതിലും വലിയ പ്രശ്നമാണോ? അങ്ങനെയായിരുന്നോ നീ മറുപടി പറയേണ്ടത്? നീ മറുപടി പറഞ്ഞ രീതി എങ്ങനെയായിരുന്നു? നീ രേവതിയുടെ കുടുംബത്തിനെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംസാരിച്ചത്? അങ്ങനെയല്ലേ നീ സംസാരിച്ചത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്തിനാ അമ്മ ഏടത്തിയുടെ അച്ഛനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്? മോശമായി പോയി, തീരെ മോശമായി പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തോ പോലെ ആയിട്ടോ. കാരണം എല്ലാവരും നമ്മുടെ രേവതിയുടെ വശം പിടിക്കുന്നത് കണ്ടപ്പം ചന്ദ്രയ്ക്ക് മനസ്സിലായി. ഏതായാലും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയാതെ കാണുക. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.